പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കൊരു കേക്കിന് ഓർഡർ വന്നപ്പം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ആദ്യം റെഡ് വെൽവെറ്റിൻ്റെ ആയിരുന്നു കേക്ക്. ആദ്യം അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബേസ് വെച്ചിട്ട് അതിലേക്ക് ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സാധാരണ ക്രീം പുരട്ടും അതിൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റ് ചെയ്തിട്ട്. അങ്ങനെ 4 ലെയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രംസ് കോട്ടാണ്. ക്രംസ് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ക്രം കോട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ പൊടിയെല്ലാം മണ്ടക്കോട്ട് തെളിഞ്ഞ് വരും നമ്മൾ എത്ര ക്രീം ഇട്ടാലും. അത് അന്നേരം ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഫിനിഷിങ്ങിൻ്റെ ലെയർ ക്രീം തേച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായിരുന്നു കൊടുത്ത റെഡ് വെൽവെറ്റിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ സ്പഞ്ചിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ റെഡ് വെൽവെറ്റിന് ഇതിട്ട് കഴിയുമ്പോൾ ഒരു റെഡ് വെൽവെറ്റിൻ്റെ ലുക്കൊക്കെ വരും. അപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ ഒരു സൈഡിൽ ചോക്ലേറ്റിൻ്റെ റെഡ് കളറ് മിക്സ് ചെയ്തിട്ടൊന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആർവി എന്നായിരുന്നു പേര്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് കേക്കിൻ്റേത്. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ ലെങ്തും കൂടും, പിന്നെ മൊബൈലിനകത്ത് സ്പേസിൻ്റെ കുറവ്, പിന്നെ ആരും ഇല്ല എടുത്തു തരാനോ. തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ. നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്ത് കത്തിയും മെഴുകുതിരിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കവറിലാക്കിയാണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെയാണ് ഞാൻ കേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതൊരു 1 kg കേക്കായിരുന്നേ.